ഹലോ നമസ്കാരം. മേഴ്സി ഡീപൂർ ബൈക്രോവ് സംവിധാനം ചെയ്ത സിനിമ. ക്രിസ് പ്രസ്റ്റോയും അതോടൊപ്പം റെബക്ക ഫർഗ്യൂണും അതോടൊപ്പം കാലേറിയും ക്രിസ് സാളിവാറും ഒക്കെ പ്രധാന വേഷത്തിലെത്തിയ സിനിമ 2029 ലോസ് ആഞ്ചലസിൽ കഥ നടക്കുന്നു. വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുവാൻ നഗരം മെഴ്സി എന്ന് പറയുന്ന പേരിൽ ഒരു AI ജഡ്ജിയെ നിയമിക്കുന്നു. ഈ സംവിധാനം നിലവിൽ വന്നതോടുകൂടി കുറ്റകൃത്യങ്ങളുടെ പെർസെൻറ്റേജ് 68% ആയിട്ട് കുറഞ്ഞതായിട്ട് അവകാശപ്പെടുകയാണ്. ക്രിസ് പ്രാറ്റോ അവതരിപ്പിക്കുന്ന ഡിറ്റക്റ്റീവ് ക്യാരക്ടർ സ്വന്തം ഭാര്യയെ കൊന്നുവന്ന കുറ്റകൃത്യത്തിന് വിചാരണ നേരിടുന്നു. ഒരു മെക്കാനിക്കൽ കസേരയിൽ കെട്ടിയിടപ്പെട്ട അദ്ദേഹത്തിന് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ ലഭിക്കുന്നത് വെറും 90 മിനിറ്റാണ്. വെറും 90 മിനിറ്റ് കൊണ്ട് തൻ്റെ ഗിൽറ്റി റേറ്റിംഗ് 92%ലേക്ക് താഴ്ത്തി കൊണ്ടുവരണം, അല്ലെങ്കിൽ അദ്ദേഹം മരണം വരിക്കണം. അതാണ് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് സാധനം. അപ്പോൾ ഈ കഥ വെറും 90 മിനിറ്റ് കൊണ്ട് തന്നെ ഈ സിനിമയെ കംപ്ലീറ്റ് ചെയ്യുവാനും പരമാവധി ശ്രമിക്കുന്നുണ്ട്. 1.5 മണിക്കൂർ കൊണ്ട് അന്വേഷണവും അതോടൊപ്പം തന്നെ സിനിമയും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഗംഭീരമായിട്ട് ആ ഒരു സൈക്കോളജിക് മൂവ്മെൻറ്റ് അത് കിടിലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ സാങ്കേതിക ഇതൊക്കെ നോക്കുമ്പോൾ ഒരു സ്ക്രീൻ ലൈഫ് ശൈലി, അല്ലെങ്കിൽ സംവിധാനം ഡീമൂർ വെബ്സ് തൻ്റെ മുൻകാല ചിത്രങ്ങളിലെ സെർച്ചിങ്, പ്രൊഫൈൽ എന്നിവയിലെ പോലെ തന്നെ കമ്പ്യൂട്ടർ സ്ക്രീനുകളും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ക്യാമറകളും സോഷ്യൽ മീഡിയ ഫീൽഡുകളും ഉപയോഗിച്ചാണ് കഥ പറയുന്നത്. ഇതൊരു വലിയ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഗെയിം കാണുന്നത് പോലുള്ള ഒരു അനുഭവം നൽകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒരു IMAX 3Dയിലാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു 3D എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗുംസ് വരുന്ന ഒരു മൂമെൻ്റ് ഒന്നും ഈ സിനിമയിൽ നിന്ന് ലഭിച്ചില്ല. സാധാരണ റേഷ്യോയിൽ എടുത്താൽ മതിയായിരുന്നു. ഇത് 3D അല്ലെങ്കിൽ IMAX പാറ്റേണിൽ ഈ സിനിമ എടുത്തതും ആ ഒരു 3D എഫക്റ്റും ഒരു വിധത്തിലും ഒരു സ്ഥലത്തും എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആകപ്പാടെ എന്തെങ്കിലും എനിക്ക് ഫീൽ ചെയ്തത് ആ കസേരയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ 2-3 സീനുകൾ മാത്രമാണ് എനിക്ക് അല്പമെങ്കിലും എന്തെങ്കിലും ഒരു 3D എഫക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ പലയിടത്തും ഇതിൻ്റെ ഗ്രാഫിക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് പല സ്ഥലങ്ങളിലും ഗ്രാഫിക്സ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രകടനങ്ങൾ നോക്കുമ്പോൾ ക്രിസ് ഒരു ഡിറ്റക്റ്റീവ് ആയിട്ട് പലയിടത്തും അദ്ദേഹത്തിൻ്റെ ടെൻഷനും ഇതൊക്കെ നന്നായിട്ട് ബിൽഡ് ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ സിനിമയെ ഷോൾഡർ ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും പുള്ളിക്കാരൻ ഒറ്റയ്ക്കായി പോയോ എന്നുള്ള ഒരു രീതിയിലാണ് പുള്ളിക്കാരൻ പലപ്പോഴും തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയുള്ള ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു ഡിറ്റക്റ്റീവ് ഓഫീസറാണ്. അപ്പോൾ തനിക്കെതിരെ ഉയർന്ന ആ ഒരു ആരോപണത്തെ അദ്ദേഹത്തിന് തെളിയിക്കണം, അല്ലെങ്കിൽ അത് നിരപരാധിത്വം തെളിയിക്കണം. പക്ഷേ ആ ഒരു സാധനം പുള്ളിക്കാരൻ ഷോൾഡർ ചെയ്ത് അങ്ങേയറ്റം വരെ കൊണ്ടെത്തിക്കാൻ പുള്ളിക്കാരൻ അവസാനമൊക്കെ വയ്യാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ. പക്ഷേ വൈകാരികമായിട്ടുള്ള കുറേ ഇമോഷൻസ് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ആ പുള്ളിക്കാരനൊരു ഊർജ്ജമില്ലാത്തത് പോലെയാണ് എനിക്ക് പലയിടത്തും പുള്ളിക്കാരൻ്റെ പെർഫോമൻസിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റെബക്ക ഫെർഗൂസൺ ശരിക്കും പറഞ്ഞാൽ ഒരു കിടിലം സാധനം, ഒരു മികച്ച ഒരു AI ജഡ്ജിയായിട്ട് ചിലയിടത്തൊക്കെ അദ്ദേഹം ഗംഭീരമായിട്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ നല്ല പെർഫോമൻസ് നൽകിയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഒരു എമ്പതി ഒക്കെ, എമ്പതിയാണോ പ്രണയമാണോ എന്തു കോപ്പാണ് ചിലയിടത്തൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഗംഭീരമായിട്ട് ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു AIയുടെ ഒരു സാധനം പ്രകടമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പലയിടത്തും റോബോട്ടിക് ആ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഭാവം നിലനിർത്താൻ വേണ്ടി ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ പൊളിറ്റിക്കൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഈ സ്ക്രീൻ റാൻഡ് എന്ന് പറയുന്ന സിനിമയുടെ തുടക്കത്തിൽ ഈ AIക്കെതിരെ സംസാരിക്കുന്നുണ്ട്.
പിന്നെ അവസാനം വരുമ്പോൾ ഈ സർക്കാരിൻ്റെ അമിതമായിട്ടുള്ള നിരീക്ഷണവും സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ പോലീസിന് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതോടൊപ്പം തന്നെ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് AI വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ആമസോണിൻ്റെ പ്രോഡക്റ്റുകളുടെ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം എന്തിരിക്കുന്നത്? ആമസോണിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് മാർക്കറ്റ് ചെയ്യേണ്ട കാര്യം എന്തിരിക്കുന്നത്? പിന്നെ ഈ സിനിമയിൽ കുറേ സാധനങ്ങൾ തോന്നുന്നത് ഇതിൻ്റെ പേസിങ്, റെബേക്ക ഫെർഗൂസൻ്റെ അഭിനയം അത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ആക്ഷൻ രംഗങ്ങളൊക്കെ കിടിലമാണ്. പിന്നെ പ്രവചിക്കാൻ കഴിയുന്ന വിധത്തിൽ തന്നെയാണ് അതിൻ്റെ എല്ലാ കഥയും. കാരണം തുടക്കത്തിൽ തന്നെ ഒരു ആളെ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവുകയാണ്, എന്നിട്ട് അവസാനം നമുക്ക് അറിയാം അയാൾ തന്നെയായിരിക്കും പിന്നെ വില്ലനാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് തോന്നും, ഇൻ്റർവെല്ലിന് മുമ്പ് തന്നെ നമുക്ക് തോന്നും തുടക്കത്തിൽ കാണിച്ച അയാൾ തന്നെ ആയിരിക്കും ഇയാളെന്ന് ഉള്ളൊരു തോന്നലുണ്ടാക്കുന്ന രീതിയിലായിപ്പോയി ആദ്യത്തെ പേസിങ്. അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്കൊരു തോന്നൽ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കാണിച്ചത് അത് എന്തോ ഒരു പല്ലുകടിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ CG അത്ര ഗംഭീരമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരു 5-ൽ ഒരു 2.5 മാർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സിനിമ. പിന്നെ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു OTT സ്റ്റഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വെറുതെ കുറേ സമയം പോയി, 1.5 മണിക്കൂർ പോയി എന്നുള്ളതല്ലാതെ എനിക്ക് ഈ സിനിമ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയെ പ്രതീക്ഷിച്ച് പോയ എനിക്ക് അല്പം നിരാശ തന്നെ നൽകിയെന്ന് പറയാം. ഞാൻ പറയുന്നത് അങ്ങനെയാണ്, നിരാശ തന്നെയാണ് നൽകിയത്. ഓക്കെ, താങ്ക് യു.